ഹലോ, ചൈനീസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? ഞാനിന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മണിയൊരു 3:30 കാണും. ചോറൊക്കെ കഴിച്ചിട്ട് ഏട്ടനും മക്കളൊക്കെ ഉറക്കുമായിരുന്നു. അപ്പം എണീറ്റേ ഉള്ളൂ. അപ്പം എണീറ്റ് വരുമ്പോൾ ചായക്ക് എന്താ കടി എന്ന് ചോദിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ ചെന്ന് വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ബജിയുടെ ഒന്നും സംഭവം വാങ്ങിച്ചിട്ടൊന്നുമില്ല. എല്ലാം നമ്മൾ പതിയെ സെറ്റായി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുതിയ സ്ഥലത്തൊക്കെ അത് മാറിയതല്ലേ. അപ്പോൾ എനിക്ക് എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. പുതിയ അടുക്കള ഒക്കെ അല്ലേ, അങ്ങനെ എല്ലാം സെറ്റായി വരുന്ന. അങ്ങനെ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഒരു വ്ളോഗും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വ്ളോഗ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാട്ടോ. നല്ല ഇപ്പോഴും ഇപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ ഇച്ചിരി കുഴപ്പമൊന്നും കാണില്ല. തണുപ്പ് രാവിലത്തെ കാട്ടി കുറച്ച് കുറയും. അത് കുറേ ദിവസമായിട്ട് പനിയായിരുന്നു. അത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പനി എന്ന് വെച്ചാൽ എനിക്കാൻ കൂടെ വയ്യാത്ത പനിയായിരുന്നു. നല്ല പനിയായിരുന്നു, ജലദോഷവും ഒക്കെ. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, മക്കൾക്കും കൂടെ വരുമെന്നായിരുന്നു. പക്ഷെ അവർക്ക് ചെറിയൊരു ജലദോഷം വന്നിട്ടങ്ങ് മാറിയായിരുന്നു. എനിക്ക് നല്ല പനിയും ഒക്കെ ആയിട്ട് നല്ല പ്രശ്നമായിരുന്നു. തൊണ്ടയിലും സൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, മാറി എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്. എന്നാലും ഇന്നലത്തെയൊക്കെ കാട്ടി നല്ല ബെറ്ററാണ്. ഇന്നലെയാണ് കുളിച്ചത് തന്നെ, തല കുളിച്ചത് തന്നെ. 2 ദിവസം കുളിച്ചില്ലായിരുന്നു. ഭയങ്കര തണുപ്പും വിറയലും അങ്ങനെ ഒരു ഇതായിരുന്നു. 2 ദിവസം തലയൊന്നും കുളിച്ചില്ല. ഇന്നലെയാണ് തല കുളിച്ചത്. പനിയുടെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയപ്പോൾ ഉണ്ടായിരുന്ന പനിയാണ്. അപ്പോൾ ഇന്നിനി ക്ലീനിങ് ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ പൂജാമുറിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പൂജാമുറിയായിട്ടൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ കൊച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എൻ്റെ പൂജാമുറിയൊക്കെ ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ദൈവങ്ങളല്ല, ഇപ്പോൾ ഒരുപാട് ദൈവങ്ങളെ ഞാൻ മേടിച്ച് ഇങ്ങനെ പൂജിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലായിരുന്നു. കാരണം എയർപോർട്ടിൽ ലഗേജ് ഓവറായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് എടുത്തുകൊണ്ട് വന്നാലും പൊട്ടിപ്പോവോ ഫോട്ടോസൊക്കെ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആറ്റുകാലമ്മയുടെ ഒരു ഫോട്ടോ മാത്രമാണ് ഞാൻ കൊണ്ടുവന്നതും. ഒരുപാട് തുണിയൊക്കെ ചുറ്റി ഒക്കെയാണ് കൊണ്ടുവന്നത്. എൻ്റെ കൃഷ്ണ വിഗ്രഹം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു കുഞ്ഞ് ലക്ഷ്മി വിളക്കും ഒക്കെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഇവിടെയും ഏട്ടൻ പറഞ്ഞു കൊണ്ടുവന്നാൽ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചെങ്കിൽ ആറ്റല്ലമ്മയുടെ ഫോട്ടോയും വിളക്കും ഒക്കെ മാത്രമായിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇന്ന് സെറ്റ് ചെയ്ത് വിളക്കൊക്കെ കത്തിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ടൊരു വീഡിയോ ഇട്ടിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഞാൻ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ കയറുമ്പോഴേ ജാനുക്കുട്ടി പറഞ്ഞു, അമ്മ എനിക്ക് വാഴയ്ക്കപ്പം വേണ്ട, ബജി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ലടാ, കടലമാവ് മാത്രമേ ഉള്ളൂ, ബജിയുടെ കായൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ കടലമാവ് മേടിച്ച കടയിൽ നോക്കി കേട്ടോ, പച്ചക്കറിയിൽ അവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേറെ കടയിലൊക്കെ നോക്കാം. ഏത്തങ്കാ മാത്രമേ കടയിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ വേറെ കടയിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമുക്ക് എവിടെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളൂന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം സെറ്റായിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. ഏട്ടനും ഇവിടുത്തെ കട, ഷാർജയിൽ ഏതൊക്കെ കട എവിടെയൊക്കെയാണെന്ന് അറിയില്ലല്ലോ. ഏട്ടൻ അബുദാബിയിലായിരുന്നില്ലേ. അപ്പം ഷാർജയിൽ ഏതൊക്കെ കടകൾ എന്നൊന്നും അറിയാൻ വയ്യ. അങ്ങനെ പുതിയ സെറ്റായിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കല്യാണി വന്നു. അപ്പോൾ അവളെയും പൊക്കി കാണിച്ചു ഇങ്ങനെ. അപ്പോൾ അവൾക്കും ഇതേ ഭയങ്കര ഇഷ്ടമായിട്ടോ വീഡിയോ എടുക്കുന്നതും സെൽഫിയൊക്കെ എടുക്കാൻ ആദ്യം വന്ന് നിൽക്കുന്നത് അവളാണ്. അപ്പോൾ അത് ഭയങ്കര താല്പര്യം. ഇങ്ങനെ ഓടി ഒരിടത്ത് നിൽക്കത്തില്ല, ഇങ്ങനെ ഓടി നടക്കും. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞപ്പൊടി കേട്ടോ. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, പക്ഷേ സൗണ്ട് ഒട്ടും കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഒരു TV ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ വോയിസ് കട്ട് ചെയ്തു. ഓൺ വോയിസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ വാഴയ്ക്കപ്പത്തിൻ്റെ മിക്സാണ് കലക്കുന്നത്. പഴുത്ത പഴം എടുത്താലേ മധുരം വലിയ പഞ്ചസാര ഇടേണ്ട ആവശ്യം വരില്ല കേട്ടോ. നല്ല പഴുത്ത പഴമാണ്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് വാഴയ്ക്കപ്പം. മക്കൾക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് മോക്ക് ബജിയുടെ ഇഷ്ടം കൂടുതൽ. ഇങ്ങനെ വാഴയ്ക്ക ബജി,
പിന്നെ കോളിഫ്ലവർ ബജി, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. നേട്ടനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. അങ്ങനെ അതുകൊണ്ട് ഇന്ന് ബജിയുടെ കാന്ന് കടയിപ്പൊക്കെ മേടിച്ച്. ഇന്ന് ചായ ഇടാൻ പാലില്ല. കുറേ നേരം കൊണ്ട് ഞാൻ ഏട്ടനെ വിളിക്കുക പാല് വാങ്ങിച്ചുള്ളവരെ. നല്ല ഉറക്കം. അങ്ങനെ ഏട്ടൻ കടയിൽ പാല് വാങ്ങാനൊക്കെ പോയി. പാല് ഒട്ടുമില്ലായിരുന്നു, കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു. പിന്നെ കട്ടന് വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട എനിക്ക് പാൽ ചായ തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ വേഗം പോയി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ ഏട്ടൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. പിന്നെ വാഴയ്ക്കപ്പമൊക്കെ റെഡിയായി. കഴിക്കാൻ പോവാണ്. കഴിക്കാൻ പോയപ്പോൾ ഏട്ടടുത്ത് പറഞ്ഞു ചേട്ടാ പാലില്ല വാങ്ങിച്ചു തരാം. അതിന് ഉറക്കം എണീറ്റിട്ട് കട്ടൻ മതി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ പാൽ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ കടയിൽ പോയി വാങ്ങിച്ചു തരാനായിട്ട്. അപ്പോൾ ഏട്ടൻ വരുന്നതിന് മുമ്പ് ഞാനെല്ലാം ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. തൂക്കണം, തുടയ്ക്കുകയൊക്കെ ചെയ്യണം. പാത്രവും കിടക്കുന്ന വാഴയ്ക്കപ്പമൊക്കെ ഉണ്ടാക്കിയ പാത്രമൊക്കെ. ഈ അടുക്കളപ്പണിയിൽ എനിക്ക് ഏറ്റവും സമയം കൂടുതലും എടുക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ പാത്രം കഴുകലാണ് കേട്ടോ. കാരണം എത്ര കഴുകിയാലും പാത്രങ്ങളുടെ എണ്ണം കൂടി വരും. അതെന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. അങ്ങനെ എനിക്ക് ഒരു ഭയങ്കര മടുപ്പ് വന്ന പണിയും ഈ പാത്രം കഴുകൽ പണിയാണ്. എന്നാലും പാത്രം കഴുകാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ തന്നെ കഴുകണം. അതുകൊണ്ട് അപ്പോഴപ്പോഴുള്ളത് അപ്പോഴേ തന്നെ കഴുകി വെച്ചാൽ പണി ഇങ്ങ് പകുതി ഒഴിയും. ഈ പാത്രം കഴുകൽ ഒരു പണി കഴിഞ്ഞാൽ ഇത് ഇനി പൂജാമുറിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാ പണികളും നേരത്തെ തീർക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഓരോ ദിവസം വിചാരിക്കും ഇന്ന് വിളക്ക് കത്തിക്കാൻ എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് പനി പിടിച്ചത്. പിന്നെ എണീക്കാൻ കൂടെ വയ്യാത്ത രീതിയിലുള്ളൊരു പനിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞപ്പോഴതൊന്ന് മാറി. ഇനി അടുത്ത് ക്ലീനിങ് ആണ്, തുടയ്ക്കണം, തൂക്കണം ഒക്കെ ചെയ്യണം. ഇത് ഈ കർട്ടൻ നീക്കുമ്പോൾ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു ഹോസ്പിറ്റലാട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തൂക്കുന്ന സമയത്തായിട്ട് ഇങ്ങനെ ഞാൻ എത്തിയൊക്കെ നോക്കും, താഴെ വണ്ടിയൊക്കെ പോകുന്നതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇവിടെ ഇത് ജാനുക്കുട്ടിക്ക് തലയിൽ എണ്ണയൊക്കെ തേക്കും കേട്ടോ. അവൾക്ക് തലയിൽ നിറയെ പേനാട്ടോ. സ്കൂളിൽ പോയിട്ട് വന്ന് അപ്പം തൊട്ട് അവൾ ഇന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങി അന്ന് തൊട്ട് തല നിറച്ചും പേന. അപ്പോൾ അതിനുള്ള പേന എടുക്കുന്ന ഒരു മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണിപ്പോൾ ആ പേനും ഈരും എല്ലാം അതിൽ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് ആ ഒരു മെഷീൻ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് മോൾക്ക് ബദാം ഓയിൽ കേട്ടോ മുഖത്തിട്ട് കൊടുക്കുന്ന. ഇവിടെ ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ട് മോളുടെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് ബദാം ഓയിൽ മുഖത്ത് തേച്ചു. ഡ്രൈക്ക് നല്ലതാണല്ലോ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ മക്കളെയൊക്കെ കുളിപ്പിച്ചു. മക്കളെ നേരത്തെ കുളിപ്പിച്ച് കയറ്റി. പിന്നെ ഞാനും കുളിച്ചു. അതിന് ശേഷമാണ് ഞാൻ പൂജ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കിയത്. ഞാൻ കൊണ്ടുവന്ന ആറ്റുകാലമ്മയുടെ ഫോട്ടോ തന്നെ ആദ്യം കഴുകി തുടച്ചിട്ട് നന്നായിട്ട് തുടച്ചു കേട്ടോ. എന്നിട്ട് അത് ഒരു സ്റ്റാൻഡിലാട്ടോ വയ്ക്കുന്നത്. പിന്നെ ഇത് പുതുതായിട്ട് തന്നെ ഞാൻ മേടിച്ച വിളക്കാണ്. ലക്ഷ്മി വിളക്കും ഒരു തട്ടവും ഇതേപോലെ സെറ്റായിട്ട് കാണുമല്ലോ, കിണ്ടിയും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ അത് പുതിയതായിട്ടോ മേടിച്ചത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പുതിയതായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനത് മേടിച്ചു. അതേപോലെ തന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഫ്ലാറ്റിലെ അടുത്തൊരു വജിത എന്ന് പറയുന്നൊരു ഫ്രണ്ടാണ് എനിക്ക് ആ കലശം തന്നത്. ഞാനിങ്ങ് വരുമ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് വിദ്യ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ഗിഫ്റ്റായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ തന്നായിരുന്നു. ഇത് ബജിത തന്നു. എൻ്റെ സോന എന്ന് പറയുന്ന ഫ്രണ്ടുണ്ട്, പിന്നെ ഹൃദ്യ എന്ന് പറയുന്ന ഫ്രണ്ടുണ്ട്, ദിവ്യ, രശ്മി, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഇടയിൽ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഞാനിങ്ങ് വന്നപ്പോൾ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസ് എന്നെ വിളിക്കണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റുന്നവരെയൊക്കെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പൂജയൊക്കെ സെറ്റ് ചെയ്തു, വിളക്കൊക്കെ കത്തിച്ചു. എനിക്ക് കൂടുതൽ ഇവിടെ ഇത് സാമ്പ്രാണിയൊന്നും ഇത് വയ്ക്കാൻ പറ്റില്ല, കാരണം ഇവിടെ സെൻസർ ഇതുകൊണ്ട് സംഭവമുണ്ട്. രാമ രാമ പാഹിമ ലക്ഷ്മണ സഹോദര ശുഭാപദാരം പാഹിമ. മോളും രാമനാമം
കർമ്മമൊക്കെ ജപിച്ചു. ഇവിടെ ഞാനൊരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഏട്ടൻ പറഞ്ഞത് പറ്റില്ല, ഇത് പുകയൊക്കെ അടിക്കുമ്പോഴേ ഒരു പെട്ടെന്ന് ഈ അലാറം കേൾക്കും, അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പ് സാമ്പ്രാണി എടുത്ത് കത്തിച്ചപ്പോൾ പെട്ടെന്ന് അലാറം അടിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ സാമ്പ്രാണി മാത്രമേ കത്തിച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ. നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഓരോരോ ശീലങ്ങളും ഇതൊക്കെ മാറുമല്ലോ. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഏട്ടൻ വന്നു. ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചായ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഓരോ ദിവസം ഓരോരോ മന്ത്രങ്ങളാണ് പറയുന്നത്. തിങ്കളാഴ്ച ദിവസം ശിവഭഗവാന് പറയും. വ്യാഴാഴ്ച രോഹിണി നക്ഷത്രമാണ് എൻ്റേത്. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച വിഷ്ണു ഭഗവാന്റെ സ്തോത്രമാണ് കൂടുതലും ജപിക്കുന്നത്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദേവീസ്തുതികളാണ് ഞാൻ ജപിക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോസിലും ഓരോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണുക കേട്ടോ. ഇത് ചേച്ചി അനിയത്തിയും കൂടെ കുറച്ച് ഡാൻസ് ആയിട്ടോ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ പാട്ടിടാൻ രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കും. അങ്ങനെ ചേച്ചി വന്നില്ലെങ്കിൽ അനിയത്തി വന്നില്ലെങ്കിൽ ചേച്ചിയും വിളിച്ചിട്ടാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഇതും കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും. കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഇവരുടെ കലാപരിപാടികൾ കുറച്ച് നേരത്തേക്ക് കാണും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊന്നും കഴിച്ച വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.